ഹായ് സ്റ്റുഡൻസ്, സെപ്റ്റംബർ 22 നടക്കുന്ന സഫയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ അതിൽ ക്ലാസ് 10ന് കെമിസ്ട്രി സബ്ജക്റ്റിൽ നിന്നും 3 ചാപ്റ്ററാണ് എക്സാമിന് വരുന്നത്. കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, അതേപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്. അപ്പോൾ അതിൽ ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ചാപ്റ്ററിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻ്റെ സാമ്പിൾസാണ് എന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ടാവുക. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു 15 ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ സൊല്യൂഷൻ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. The pH of the solution is probably. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്ന കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡിൻ്റെ സ്ട്രെങ്ത് ഒക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് pH എന്ന് പറയുന്നത്. pH, പി സ്മോൾ ലെറ്റർ, എച്ച് ക്യാപ് ലെറ്റർ. പൊട്ടൻസ് ഹൈഡ്രൈൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് pH. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രൈൻ, പവർ ഓഫ് H+ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം pH സ്കെയിൽ 7 ആണെങ്കിൽ ആ സൊല്യൂഷൻ ന്യൂട്രലായിരിക്കും, 7ൽ താഴെയാണെങ്കിൽ ആസിഡായിരിക്കും, 7ൽ കൂടുതലാണെങ്കിൽ ബേസ് ആയിരിക്കും, ബേസിക് ആയിരിക്കും. അപ്പോൾ ബ്ലൂവിനെ റെഡാക്കി മാറ്റുന്ന ആസിഡാണ്. ആസിഡിൻ്റെ pHൻ്റെ വാല്യൂ <7 ആയിരിക്കും. <7 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ നോർമൽ റെയിൻ വാട്ടർ ഈസ് സ്ലൈറ്റ്ലി അസിഡിക് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ്. നോർമൽ റെയിൻ വാട്ടറിൻ്റെയൊക്കെ pH ഒരു 5.6 ആണ്. റെയിൻ വാട്ടർ സ്ലൈറ്റ്ലി അസിഡിക്കാണ്. ആസിഡ് റെയിൻ ഹൈലി അസിഡിക്കാണ്. ആസിഡ് റെയിൻ്റെ pH എന്നൊക്കെ പറഞ്ഞാൽ 3.5നും ഒരു 5.5നൊക്കെ ഇടയ്ക്കായിട്ട് വരും. നോർമൽ റെയിൻ വാട്ടർ സ്ലൈറ്റ്ലി അസിഡിക്കാണ്. അതിന് കാരണം കാർബോണിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ്. കാർബോണിക് ആസിഡ് H2CO3 അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കാർബോണിക് ആസിഡായിട്ട് മാറും. ആ ആസിഡിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഈ റെയിൻ വാട്ടറൊക്കെ സ്ലൈറ്റ്ലി അസിഡിക് എന്ന് പറയുക. സോഫ്റ്റ് ഡ്രിങ്ക്സിലേക്ക് അടങ്ങിയിരിക്കുന്ന ആസിഡ് ആരെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കാർബോണിക് ആസിഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസൊക്കെ നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് കാർബോണിക് ആസിഡ് ഉണ്ടാക്കണമെന്ന് പറയും. വാട്ടർ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട്. സോഡ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കാർബോണിക് ആസിഡാണ്. തേർഡ് ക്വസ്റ്റ്യൻ: അമോണിയം അസറ്റേറ്റ് ഈസ് എ സോൾട്ട് ഓഫ്. അമോണിയം അസറ്റേറ്റ്, അമോണിയം അസിഡിൻ്റെ ഫോർമുല ഇങ്ങനെ എഴുതാം: CH3COONH4. ഇതാണ് അമോണിയം അസറ്റേറ്റ് എന്ന് പറയുന്ന സോൾട്ട്. അപ്പോൾ ഇത് നമുക്ക് പറയാം, ഒരു സോൾട്ട് ഉണ്ടാവുന്നത് ഒരു ആസിഡും ബേസും കൂടി ചേരുമ്പോഴാണ് ഒരു സോൾട്ട് ഉണ്ടാവണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ആസിഡ് അസറ്റേറ്റ് ആയുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. പിന്നെ NH4 വരുന്നത് NH4OH എന്നാണ്. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്. NH4OH വീക്ക് ബേസാണ്. ഓർഗാനിക് ആസിഡിലൊക്കെ വീക്ക് ആസിഡാണ്. മിനറൽ ആസിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഓർഗാനിക് ആസിഡൊക്കെ പൊതുവെ വീക്ക് ആസിഡ്, അസിഡിക് ആസിഡൊക്കെ ഓർഗാനിക് ആസിഡാണ്. പിന്നെ നമ്മൾ ബേസുകളിൽ എപ്പോഴും കോമൺ ആയിട്ട് പറയുന്ന ഒരു വീക്ക് ബേസാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. സോ അമോണിയം ഇസ് ദി സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4: ബേസിറ്റി ഈസ് ഹയസ്റ്റ് ഫോർ. ബേസിറ്റി നിങ്ങൾ 10ൽ പഠിച്ചതെന്ന് അറിയാൻ പാടില്ല, പക്ഷേ +1 നമുക്ക് പഠിക്കുന്നതാണ് ബേസിറ്റി എന്ന് പറയുന്നത്. ബേസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിൽ നിന്നും എത്ര H+ അയോൺ ആണോ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണ് ബേസിറ്റി എന്ന് പറയും. നമുക്കറിയാം ആസിഡ്സ് ആർ H+ അയോൺ ഡോണേഴ്സ്. H+ അയോൺ പ്രോട്ടോൺ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്. H+നെ കൊടുക്കാൻ കഴിവുള്ളവരെ വിളിക്കുന്ന പേരാണ് ആസിഡ്. അപ്പോൾ ഒരു മോളിക്കൂൾ ആസിഡ് എത്ര H+നെ കൊടുക്കാൻ കഴിവുണ്ടായിരിക്കും അതിനെയാണ് ഒരു ആസിഡിൻ്റെ ബേസിറ്റി എന്നൊക്കെ പറയണേ. ഇപ്പോൾ നൈട്രിക് ആസിഡ് HNO3 എന്നാണ് ഫോർമുല. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു H+നെയാണ് ഇയാൾ വിട്ടുകൊടുക്കുക. അതുകൊണ്ട് ഇയാളുടെ ബേസിറ്റി 1 ആണെന്ന് പറയും. ബേസിറ്റി 1 ആയിട്ട് വരുന്ന ആസിഡുകളെ മോണോ ബേസിക് ആസിഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഫോർമുല H3PO4 ആണ്. H3PO4 ആണെങ്കിൽ 3 H+നെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് ഇയാളുടെ ബേസിറ്റി 3 ആണെന്ന് പറയും. അയാളൊരു ട്രൈ ബേസിക് ആസിഡാന്ന് പറയും. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല H2SO4 എന്നാണ്. സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 H+നായിരുന്നു. അപ്പോൾ അയാളുടെ ബേസിറ്റി 2 ആണെന്ന് പറയും.
ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ H പ്ലസും Cl മൈനസും ആണ്. ബേസിറ്റി 1 ആണ്. HCl ഒരു മോണോ ബേസിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഉള്ളത് ഫോസ്ഫോറിക് ആസിഡിനാണ്, H3PO4 എന്ന് പറയുന്നത്. മറ്റു 3 ആസിഡുമായി ഇത് ഉള്ളതിൽ ഇച്ചിരി വീക്ക് ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. കിങ് ഓഫ് കെമിക്കൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു കെമിക്കലാണ് സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറയണം. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കെമിക്കലും സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫോസ്ഫോറിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ മെറ്റൽ വിച്ച് കനോട്ട് ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം ഡൈലൂട്ട് HCl ഈസ് മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അയൺ. നമ്മൾ 10th പഠിക്കുന്നതാണ്, റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുന്നതാണ് അല്ലേ. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസൊക്കെ ആണെങ്കിൽ ഡൈലൂട്ട് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാറുണ്ട്. എന്നാൽ ലെസ് റിയാക്റ്റീവ് മെറ്റൽസിനൊന്നും ഒരു ആസിഡിൽ നിന്നും ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കില്ല. ലെസ് റിയാക്റ്റീവ് മെറ്റൽസാണ് ഈ കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ഇവരൊക്കെ ലെസ് റിയാക്റ്റീവ് മെറ്റൽസാണ്. ഇവർക്കൊന്നും ഒരു ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിവുണ്ട്. ഇപ്പോൾ Cu പ്ലസ് HCl നോ റിയാക്ഷനാണ്. പക്ഷേ സിങ്ക് പ്ലസ് HCl ആണെങ്കിൽ ZnCl2 പ്ലസ് H2, Mg ആണെങ്കിൽ Mg പ്ലസ് HCl ഗ്യാസ് MgCl2 പ്ലസ് H2, അതൊക്കെ വരും. കോപ്പറൊക്കെ ലെസ് റിയാക്റ്റീവ് മെറ്റലാണ്. അപ്പോൾ ഇവിടെ ആൻസർ കോപ്പറാണ്. അപ്പോൾ ഇത് ഓർത്തിരുന്നത് കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റലാണ് ഗോൾഡൊക്കെ. ഈ 5 തന്നെ ലീസ്റ്റ് റിയാക്റ്റീവ് ഗോൾഡ്. അത് കഴിഞ്ഞാൽ പ്ലാറ്റിനം. അവിടേക്കാണ് ഈ ഗോൾഡിനെയും പ്ലാറ്റിനത്തിനൊക്കെ നോബിൾ മെറ്റൽസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നോബിൾ മെറ്റൽസ്. ഈ സിമ്പിളിൻ്റെയൊക്കെ ആദ്യത്തെ ഈ ഫസ്റ്റ് അക്ഷരം മാറ്റുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചാപ്പ മെറ്റൽസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചാപ്പ മെറ്റൽസ്. ചാപ്പ, കോപ്പർ ഉണ്ട്, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫാർമേഴ്സ് ന്യൂട്രലൈസ് ദ എഫക്റ്റ് ഓഫ് അസിഡിറ്റി ഓൺ ദ സോയിൽ ബൈ ആഡിങ്. ഫാർമേഴ്സ് മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അസിഡിറ്റി കുറയ്ക്കാൻ എന്ത് ആഡ് ചെയ്താൽ മതി? ബേസ് ആഡ് ചെയ്താൽ മതി. ബേസ് ആഡ് ചെയ്യും. മണ്ണിലൂടെ നമ്മൾ കുമ്മായം ആഡ് കിട്ടില്ലേ? കുമ്മായമാണ് ആഡ് ചെയ്യണം. കുമ്മായത്തിൻ്റെ കെമിക്കൽ ഫോർമുല സ്ലേക്കഡ് ലൈമാണ് കേട്ടോ. സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ CaOH2. ഇതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ജിപ്സത്തിൻ്റെ ഫോർമുല CaSO4.2H2O ആണ്. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ NaOH സ്ട്രോങ് ബേസ് ആണ്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്, NaHCO3. അപ്പോൾ നമ്മൾ ആൻസർ സ്ലേക്കഡ് ലൈമാണ്. ബേസാണ് ആഡ് ചെയ്യണത്. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി, മലയാളത്തിൽ അമ്ലത എന്നൊക്കെ പറയും അസിഡിറ്റിക്ക്. അപ്പോൾ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ആഡ് ചെയ്യണത് കുമ്മായമാണ്. ദറ്റ് ഇസ് കെമിക്കലി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. എൻ്റെ കോമൺ നെയിമാണ് സ്ലേക്കഡ് ലൈം എന്ന് പറയും. ക്യുക്ക് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡാണ്. CaOനെ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വിളിക്കുന്ന പേരാണ് സ്ലേക്കഡ് ലൈം എന്ന് പറയും. ആ പേരുകളൊക്കെ പഠിക്കണം കേട്ടോ. കുറേ സോൾട്ടുകളൊക്കെ പഠിക്കാണ്ടല്ലോ. ക്യുക്ക് ലൈം, സ്ലേക്കഡ് ലൈം, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, കോസ്റ്റിക് പൊട്ടാഷ്, ജിപ്സം, പ്ലാസ്റ്റർ പാരീസ്, അങ്ങനെയൊക്കെ നിങ്ങൾ 10th പഠിക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള കെമിക്കലുകൾ, ബ്ലീച്ചിങ് പൗഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഫോർമുലയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. കുറേ സബ്സ്റ്റൻസുകൾ, അതിൽ കാണുന്ന ആസിഡുകൾ. നമുക്കൊരു ആസിഡ് എന്ന് പറഞ്ഞാൽ തന്നെ അസീഡസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ആസിഡ് എന്ന വാക്ക് വന്നത്. സോർ ടേസ്റ്റ് എന്നൊക്കെ അർത്ഥമുള്ളൂ. പുളി രസമുള്ളവരാണ്. അപ്പോൾ പുളി രസമുള്ള കെമിക്കലുകളെല്ലാം തന്നെ മിക്ക തന്നെ ആസിഡുകളായിരിക്കും. അപ്പോൾ മിക്ക ഫ്രൂട്ട്സ്, അതുപോലെ നമ്മൾ പ്ലാന്റ്സിൽ പല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതിലൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ചെറിയ സോർ ടെസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ ചില ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് അടങ്ങിയിരിക്കുന്ന ആസിഡുകളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം. മിൽക്കിൽ കാണുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയും. ലാക്റ്റിക് ആസിഡ്. ടൊമാറ്റോയിൽ കാണുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് എന്ന് പറയും. ഓക്സാലിക് ആസിഡ്. രണ്ടിൻ്റെ നേരെ D ആണ്. തക്കാളിയൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കൽ കുറവാണെങ്കിൽ കിഡ്നീസ് ഉണ്ടാകും എന്ന് കേട്ടില്ലേ? കിഡ്നീസ് മീൻസ് കാൽഷ്യം ഓക്സലേറ്റ് ആണ്. ഈ പോകുന്ന ഓക്സാലിക് ആസിഡ് ബോഡിയിലുള്ള കാൽഷ്യം, നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കാൽഷ്യമാണ്. ഒരു 70 കിലോഗ്രാം വെയിറ്റുള്ള ഒരു മനുഷ്യൻ്റെ ബോഡിയിലും ഏകദേശം 1200ഓളം ഗ്രാം കാൽഷ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തക്കാളിയിൽ നിന്ന് വരുന്ന ഓക്സാലിക് ആസിഡും നമ്മുടെ ബോഡിയിലെ കാൽഷ്യം കൂടി ചേർന്ന് കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ടൊക്കെ മാറിപ്പോവാം. പക്ഷേ ഇത് വെള്ളം കൂടി കുറവുള്ളവർക്കാണ് കേട്ടോ. തീരെ വെള്ളം കുടിക്കാത്തവർക്കാണ് കിഡ്നീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഗ്രേപ്പ് ടാമറിലെ കാണപ്പെടുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് എന്ന് പറയും. ടാർട്ടാറിക് ആസിഡ്. വിറ്റാമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡാണ്. സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. സ്കർവി എന്നൊക്കെ പറയും.
അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഒന്നിൻ്റെ നേരെ ബി, 2 ഓപ്ഷൻ ഉണ്ട്. 2ൻ്റെ നേരെ ടൊമാറ്റോയുടെ ഓക്സാലിക് ആസിഡ് ഡി. അപ്പോൾ അതെ ഇതാണ് ആൻസർ എന്ന് കിട്ടും. തേർഡ് ഓപ്ഷൻ ഈസ് ദി ആൻസർ. Question number 8. What happens when a solution of an acid is mixed with a solution base in a test tube? ഒരു ആസിഡും ഒരു ബേസും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കുന്ന റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ന്യൂട്രലൈസേഷൻ എക്സോതെർമിക്കാണ്, ഹീറ്റ് റിലീസ് ചെയ്യും. ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഉപയോഗിച്ചും കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ കൈ പതുക്കെ പൊള്ളാൻ തുടങ്ങും. കാരണം ഇത് ഹൈലി എക്സോതെർമിക്കാണ്, അവർ ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ എക്സോതെർമിക് ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഡിക്രീസ് അല്ല, ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ്. സോൾട്ട് ഉണ്ടാവും, ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഉണ്ടാവും. അപ്പോൾ 2ഉം 4ഉം കറക്റ്റാണ്. 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദി ആൻസർ. ആസിഡ് പ്ലസ് ബേസ് ഗിവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ ഉണ്ടാകും. തിരിച്ചുള്ള റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയും. ആസിഡും ബേസിന് സോൾട്ട് ഉണ്ടാവും. സോൾട്ടിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചടക്കും. സോൾട്ട് പ്ലസ് വാട്ടർ ഗിവ്സ് ആസിഡ് പ്ലസ് ബേസ് ഒക്കെ ഉണ്ട്. Question number 9. What is the product formed? What is formed when zinc react with the sodium hydroxide? സിങ്ക് എന്ന് പറഞ്ഞാൽ മെറ്റലൊരു ആംഫോട്രിക് മെറ്റലാണ്. ആംഫോട്രിക് മെറ്റൽ എന്ന് പറഞ്ഞാൽ അയാൾ ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. സിങ്ക്, അലുമിനിയം അങ്ങനെയുള്ള മെറ്റൽസ് മാത്രമല്ല, അവരുടെ ഓക്സൈഡുകളും അവരുടെ ഹൈഡ്രോക്സൈഡിലൊക്കെ ആംഫോട്രിക് ആണ്. ആംഫോട്രിക് ദേ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആസ് വെൽ ആസ് ബേസസ്. ആ ഒരു കണ്ടക്സ്റ്റാണ് നമ്മളിവിടെ ആംഫോട്രിക് എന്ന് പറയുന്നത്. സിങ്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും ബേസുമായിട്ട് റിയാക്ട് ചെയ്യാനും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഒരു സോൾട്ടും ഒരു ഹൈഡ്രജൻ ഗ്യാസൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് സോഡിയം സിങ്കേറ്റിൻ്റെ കോമ്പൗണ്ടാണ്. സോഡിയം സിങ്കേറ്റ് Na2ZnO2 എന്ന് പറയും, പ്ലസ് H2. ബാലൻസ് ചെയ്യുകയാണെങ്കിൽ 2NaOH എന്ന് പറയാം. സോഡിയം സിങ്കേറ്റും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ലാബിലൊക്കെ ഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്ന വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഈ സിങ്ക് പ്ലസ് ആൽക്കലി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. Question number 10. Sodium hydroxide turns phenolphthalein solution to. ഇൻഡിക്കേറ്ററൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ സ്ട്രോങ് ബേസൊക്കെ വരുമ്പോൾ ആസിഡും ബേസും കൂടെ റിയാക്ഷനൊക്കെ നമ്മൾ സ്ട്രോങ് ബേസ് വരുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോഫ്തലീനാണ്. ഫിനോഫ്തലീൻ ആണെങ്കിൽ എന്തോരും പിങ്കാക്കി മാറ്റും, ബേസിനെ പിങ്ക് കളറാക്കി മാറ്റും. ആസിഡിനാണെങ്കിൽ കളർലെസ് ഒക്കെ ആയിരിക്കും. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Question number 11. പൊട്ടാഷ് ആലം ഈസ് എൻ എക്സാമ്പിൾ ഫോർ. പൊട്ടാഷ് ആലം, പൊട്ടാഷ് ആലത്തിൻ്റെ ഫോർമുല ഇതാണ്: K2SO4 ഡോട്ട് Al2SO4 ത്രൈസ് ഡോട്ട് 24H2. ഇതാണ് പൊട്ടാഷ് ആലം. 2 സോൾട്ടുകളുണ്ട്, പൊട്ടാസ് സൾഫേറ്റും ഉണ്ട്, അലുമിനിയം സൾഫേറ്റും ഉണ്ട്. പൊട്ടാസ്യം അലുമിനിയം സൾഫേറ്റ് എന്ന് വിളിക്കാറുണ്ട്. 2 സോൾട്ടുള്ളതുകൊണ്ട് ഇതൊരു ഡബിൾ സോൾട്ടാന്ന് പറയും. ഡബിൾ സോൾട്ട്, പൊട്ടാഷ് ആലം, മോർ സോൾട്ട്, കാർണലേറ്റ് എന്നൊക്കെ പറഞ്ഞ ചില സോൾട്ടുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഡബിൾ സോൾട്ടുകൾ. ഡബിൾ സോൾട്ട് ഈസ് എ സിമ്പിൾ കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ സോൾട്ടുകളാണ്. ഈ നമ്മൾ ഈ വാട്ടറൊക്കെ പ്യൂരിഫൈ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലും കൂടിയാണ് ഇത് പൊട്ടാഷ് ആലം എന്നൊക്കെ പറയുന്നത്. വാട്ടറിന് ഇപ്പോൾ ഇത് പൊട്ടാഷ് ആലം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി മൊത്തം കൊയാഗുലേറ്റ് ചെയ്ത് ഒരു ലെയർ പോലെ പ്രസിപ്പിറ്റേറ്റ് കടന്നു വരും. നമുക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. അതിനുവേണ്ടിയൊക്കെ ആലം ഉപയോഗിക്കാറുണ്ട്. Question number 12. Which of the following salt does not contain water of crystallization? ബ്ലൂ വിട്രിയോൾ. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടാണ് CuSO4.5H2. ബേക്കിംഗ് സോഡയുടെ ഫോർമുലയാണ് NaHCO3. വാഷിംഗ് സോഡയുടെ ഫോർമുലയാണ് Na2CO3.10H2. ജിപ്സത്തിൻ്റെ ഫോർമുലയാണ് CaSO4.2H2. അപ്പോൾ ഇതിൽ വാട്ടർ ഓഫ് ക്രിസ്റ്റൽസ് ഇല്ലാത്ത ബേക്കിംഗ് സോഡയൊക്കെയാണ്, കൂടെ വാട്ടറിൽ. ബാക്കിയെല്ലാം ഹൈഡ്രേറ്റഡ് സോൾട്ടുകളാണെന്ന് പറയും. ബ്ലൂ കളറുള്ള ആയതുകൊണ്ടാണ് അതിനെ ബ്ലൂ വിട്രിയോൾ എന്നൊക്കെ വിളിക്കുന്നത്, കോപ്പർ സൾഫേറ്റിന്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടാണ് ഫെറസ് സൾഫേറ്റ്, FeSO4.7H2. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടാണ് സിങ്ക് സൾഫേറ്റ്, ZnSO4.7H2. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. സൾഫേറ്റ് കോമ്പൗണ്ടുകളിലേക്കാണ് പൊതുവെ വിട്രിയോൾ എന്ന പേരെടുത്ത് വിളിക്കാറുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ കൂടെ ഇല്ലാത്ത NaH, സോഡിയം ബൈകാർബണേറ്റിനാണ്. ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Question number 13. ലൈം വാട്ടർ റിയാക്ട് വിത്ത് ക്ലോറിൻ ഗ്യാസ് ടു ഗീവ്. ലൈം വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അക്വസ് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ എന്ന് പറയും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്, അതിലോട്ട് ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് CaOCl2 എന്ന് പറയും. കാൽഷ്യം ഓക്സി ക്ലോറൈഡ് എന്ന് വിളിക്കാറുണ്ട്. കാൽഷ്യം ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയും. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറാണ്. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 14, മാച്ച് ദി ഫോളോവിങ്. കുറേ കോമ്പൗണ്ടുകളും അതിൻ്റെ പേരുകളാണ്, അതിൻ്റെ മോളിക് ഫോർമുലയും കോമ്പൗണ്ടും. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ. വാഷിംഗ് സോഡ ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു Na2CO3.NH2O. കോസ്റ്റിക് സോഡ NaOH ആണ്. ബേക്കിംഗ് സോഡ NHCO3 ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതാണ്. ജിപ്സത്തിൽ ചൂടാക്കിയിട്ടാണ് പ്ലാസ്റ്റർ പാരീസ് പ്രിപ്പയർ ചെയ്യണമെന്നാണ്. CSO4.2H2O ഒരു 393 കിലോനൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ 1.5 വാട്ടുകൾ പോകും. CSO4.2 പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടും. സോ അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. 1ൻ്റെ നേരെ C. അപ്പോൾ ആദ്യത്തെ മാത്രമേ ഇത് ആൻസർ കിട്ടാൻ പറ്റും. 1ൻ്റെ നേരെ C വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ D ഈസ് ദി ആൻസർ. വൺ മോർ ക്വസ്റ്റ്യൻ. വിച്ച് സോൾട്ട് ഈസ് അസിഡിക് ഇൻ നേച്ചർ? ഈ NH4Cl നമ്മൾ ഹൈഡ്രോളിസിന് വിധേയമാക്കി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആസിഡും ബേസും കൂടി ചേരുമ്പോൾ സോൾട്ടും വാട്ടറും ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സോൾട്ടിലോട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആസിഡും ബേസും ഉണ്ടാവും. സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയും. വാട്ടർ ഉപയോഗിച്ച് ബോണ്ട് പൊട്ടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിസിസ്. ലൈസിസ് മീൻസ് ബ്രേക്കിംഗ് ഓഫ് എ ബോണ്ട് ബൈ യൂസിങ് വാട്ടർ ഈസ് കോൾഡ് ഹൈഡ്രോളിസിസ്. അപ്പോൾ അമോണിയം കൂടെ സ്പ്ലിറ്റ് ചെയ്യും. അമോണിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാവും, HCl കിട്ടും. ഇതൊരു വീക്ക് ബേസാണ്, ഇതൊരു സ്ട്രോങ് ആസിഡാണ്. അതുകൊണ്ട് രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ റിസൾട്ടിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അസിഡിക് ആയിരിക്കും. അപ്പോൾ ഇതൊരു അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ അസിഡിക് എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരും. ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് അസറ്റിക് ആസിഡും കിട്ടും, അതേപോലെ തന്നെ NH4OH കിട്ടും. അസിഡിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്, NH4OH ഒരു വീക്ക് ബേസാണ്. അവിടെ റിസൾട്ടിങ് സൊല്യൂഷൻ ഏകദേശം ന്യൂട്രലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. NaCl അങ്ങനെ ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സോൾട്ട് ആണെങ്കിൽ ഹൈഡ്രോളിസിന് പോകത്തില്ല. NaCl ഉപ്പിലോട്ട് വെള്ളം ഒഴിച്ചെന്ന് കരുതി NaOH ഉണ്ടാവില്ല. വെള്ളം ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അയോൺസ് ആയിട്ട് മാറി പോകത്തുള്ളൂ, Na+Cl- ആയിട്ട്. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് സോൾട്ട് ഡസ് നോട്ട് അണ്ടർഗോ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് നോക്കിയാൽ മതി. NaCl, KCl, Na2SO4, K2SO4, KNO3, NaNO3 അങ്ങനെയുള്ളവരൊന്നും ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. അവരുടെ ന്യൂട്രലായിരിക്കും. pHൻ്റെ വാല്യൂ എപ്പോഴും 7 ആയിരിക്കും. Na2CO3 ഹൈഡ്രോളിസിന് വിധേയമാകുകയാണെങ്കിൽ NaOHും HCl കിട്ടും. NaOH എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസാണ്. HCl എന്ന് പറഞ്ഞാൽ HCl അല്ല, H2CO3 ആണ്. H2CO3 ഇതൊരു വീക്ക് ബേസാണ്, വീക്ക് ആസിഡാണ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. അപ്പോൾ റിസൾട്ടിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് മാറും. അവിടെ വാഷിംഗ് സോഡയുടെ ഒക്കെ സൊല്യൂഷനൊക്കെ ബേസിക് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. ഇതൊക്കെയാണ് ആ ചാപ്റ്ററിലുള്ളൊരു സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പോൾ ആസിഡ്സ് ബേസ് സോൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയലിലേക്കുള്ള, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുള്ള, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പ്രധാനപ്പെട്ട ആസിഡുകൾ, ബേസുകൾ, അവരുടെ റിയാക്ഷനുകൾ, കുറേ കോമൺ നെയിമുകൾ, ഇതൊക്കെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.